അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ നിമിഷത്തിരിക്കുന്നു. നമ്മുടെ ആർത്തർ അവൻ്റെ ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. സോ ദിസ് ഈസ് മേക്ക് മീ ഇമോഷണൽ. അപ്പോൾ അവൻ്റെ അനിയത്തി ഓടി വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്നൊന്ന് വിട് എലനോറെ, എനിക്ക് അകത്തേക്ക് കിടക്കണ്ടേ. അപ്പം നമ്മുടെ എലനോർ പറയുന്നുണ്ട്, ഞാൻ ചേട്ടനെ വിടില്ല, ചേട്ടന് എനിക്ക് വാക്ക് തരണം, ഇനി എടുത്തൊന്നും ഇവിടുന്ന് പോവില്ല എന്ന്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എലനോർ ഇനി ഞാൻ ഇവിടം വിട്ട് പോവില്ല, ഫുൾ ടൈം ഇവിടെ ഇരിക്കും, ഇപ്പം എന്നെ വിടാമോ. അപ്പം നമ്മുടെ എലനോർ പറയുന്നുണ്ട്, ശരി ചേട്ടാ, ചേട്ടനകത്തേക്ക് വാ, അച്ഛനും അമ്മയും ചേട്ടനെ കണ്ടാൽ വളരെ സന്തോഷിക്കും. അപ്പം നമ്മുടെ ആർത്തർ എലനോറിനെ നോക്കിയിട്ട് അവൻ്റെ മൈൻഡ് ചിന്തിക്കുന്നുണ്ട്. എലനോർ വളരെ വലുതായിരിക്കുന്നു. കഴിഞ്ഞ തവണ ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ കൊച്ചു കുട്ടിയായിരുന്നു, ഇപ്പം അവൾ ഇത്രയ്ക്കും വലുതായി. അതിനർത്ഥം എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ മൈൻഡ് ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ചേട്ടനെ കാണണ്ട, ഞാൻ എൻ്റെ ക്രഷിൻ്റെ ഒപ്പം ഡേറ്റിന് പോവാണ്. അങ്ങനെയാണെങ്കിൽ അവൾ അവളുടെ ഭർത്താവിൻ്റെ ഒപ്പം പോവും, പിന്നെ എനിക്ക് അവളെ ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആർത്തർ ഓവർ തിങ്കിങ് അടിക്കുന്നുണ്ട്. ആ ചെറിയ കുട്ടിയെ കണ്ടിട്ടാണ് ഇവൻ ഇതൊക്കെ ആലോചിച്ചെടുത്തത്. എന്താണ് നിനക്ക് വെയ്യേ? ആർത്തറിൻ്റെ അസുഖം എനിക്കുണ്ട്, അതായത് ഓവർ തിങ്കിങ് അടിക്കൽ. വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്കിങ് അടിക്കും. ഈ ഓവർ തിങ്കിങ്ങിൻ്റെ അസുഖമുള്ളവരുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്തേക്ക്, വെറുതെ രസമല്ലേ. അപ്പം നമ്മുടെ ആർത്തർ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പം നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, ആർത്തർ മൈ സൺ, എടാ കുട്ടപ്പ നീ വളർന്നു വലുതായല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെയ്നോൾഡ് ആർത്തറിനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഈ ചെറിയ കുട്ടിയല്ല കേട്ടോ, ഞാൻ വലുതായി, എന്തൊക്കെയായാലും നീ എൻ്റെ മോനല്ലടാ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അച്ഛൻ്റെ മുടി വേഗം വളരുന്നുണ്ട്, പക്ഷെ താടി വളരുന്നില്ലല്ലോ. അച്ഛൻ്റെ മുഖത്തെ ആ ചുക്കും ചുളിവൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ അച്ഛൻ താടി വളർത്തുന്നത്. അപ്പം നമ്മുടെ ആലീസ് പറയുന്നുണ്ട്, എൻ്റെ മണ്ടനായ ഭർത്താവിനെ കുറിച്ചിട്ടാണോ നീ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആലീസ് നമ്മുടെ ആർത്തറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാത്തിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ആലീസ് പറയുന്നുണ്ട്, ആർത്തർ നീ സേഫായിട്ട് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അമ്മേനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ആലീസ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മോനെ, നീ ഇപ്പോൾ ഇവിടെ എത്തിയല്ലോ, അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വിൻസെൻ്റ് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഹലോ നിങ്ങളുടെ മൂഡ് കളഞ്ഞതിന് ക്ഷമിക്കണം, പക്ഷേ നിങ്ങളുടെ മകനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാബിത്ത വിൻസെൻറ്റിൻ്റെ തലക്കൊന്ന് കൊടുത്ത് പറയുന്നുണ്ട്, റെയ്നോൾഡും ആലീസും അവൻ്റെ മകനെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്, അവരവരുടെ ആ നിമിഷങ്ങൾ എൻജോയ് ചെയ്യട്ടെ, നിങ്ങളെന്തിനാണ് വെറുതെ അതിനിടെ കയറിയിട്ട് അവരുടെ നിമിഷങ്ങൾ നശിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വിൻസെൻ്റ് പറയുന്നുണ്ട്, സോറി എൻ്റെ തെറ്റാണ്. ടാബിത്ത വിൻസെൻറ്റിനെ അടിക്കുന്ന കണ്ടിട്ട് നമ്മുടെ റെയ്നോൾഡും ആലീസും ആർത്തറും ചിരിക്കുന്നുണ്ട്. നമ്മുടെ സിൽവി ആണെങ്കിൽ അവളുടെ പഴയ കൂട്ടുകാരി എലനോറിനെ കണ്ട സന്തോഷത്തിലാണ്. ഇപ്പോൾ അവരെല്ലാവരും ഹാപ്പിയാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നില്ലേ. അങ്ങനെ ഇവർ ഹാളിൽ കൂട്ടായിട്ടിരുന്നിട്ട് ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് ഓരോന്നും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ ആരെയോ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആലീസ് നോക്കുന്നുണ്ട്, ആർത്തർ നീ ആരെങ്കിലും നോക്കുവാണോ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതെ, രണ്ടുപേരെ കാണാനില്ലല്ലോ. അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, ജാസ്മിൻ പോയി, അവൾ നിനക്കൊരു ലെറ്റർ എഴുതി തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ ജാസ്മിൻ എഴുതിയ കത്ത് വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ആർത്തർ, നീ നിൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കുക, നന്ദി, നമുക്ക് പിന്നീട് കാണാം, സ്നേഹപൂർവ്വം ജാസ്മിൻ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് ജാസ്മിനോട് യാത്ര പറയാൻ പോലും പറ്റിയില്ല. അപ്പം നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, അവളിപ്പോൾ തന്നെ തിരിച്ചു വരുവോടാ, അവൾ ടിൻ ഹോൺസിനൊപ്പം യാത്രയ്ക്ക് പോയിരിക്കുകയാണ്, അവൾക്ക് ടിൻ ഹോൺസിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ശരി, ജാസ്മിൻ എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ അവളെവിടെ. അപ്പം നമ്മുടെ ടാബിത്ത പറയുന്നുണ്ട്, നീ ലിലിയെയാണോ അന്വേഷിക്കുന്നത്, ലിലിയെ ഇപ്പോൾ ഇവിടെ ഇല്ല, അവൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിൻസെൻ്റ് ഇടയിൽ കയറി പറയുന്നുണ്ട്, അവൾ സൈറസ് അക്കാദമിയിൽ പഠിക്കാൻ പോയിക്കാണ്. അപ്പോൾ നമ്മുടെ ടാബിത്ത വിൻസെൻറ്റിനെ പിച്ചിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പറയാൻ ആഗ്രഹിച്ചായിരുന്നു അത്, നിങ്ങളതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞു, നിങ്ങൾക്കൊന്ന് ഒതുങ്ങിയിരുന്നൂടെ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, വാവ് അതെന്തായാലും നന്നായി. അപ്പം നമ്മുടെ ടാബിത്ത പറയുന്നുണ്ട്, നീ കാരണമാണ് ആർത്തർ ഇങ്ങനെയൊക്കെ നടന്നത്, ഞങ്ങൾ എൽസ്റ്റിയാസ് നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, അതെ അവൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എൽസ്റ്റിയ ഫാമിലിയിൽ ഒരു മേജ് ഉണ്ടാവുമെന്ന്, നീയാണ് ലിലിയെ ഒരു മേജാക്കിയത്, നന്ദിയുണ്ട് ആർത്തർ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അയ്യോ അതിന് നിങ്ങൾ കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഒരു ഫാമിലി പോലെയല്ലേ, പക്ഷേ നിങ്ങളെനിക്ക് ഒന്നോ അതോ രണ്ടോ ഉപകാരം ചെയ്തു തരുമോ.
അപ്പം നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, ഇനി ഇനി നിന്റെ ഡെഞ്ചോൺ ഡേവിനെ കുറിച്ചുള്ള കഥകൾ പറയ്, എനിക്കത് കേൾക്കണം. അപ്പം നമ്മുടെ ആലീസ് പറയുന്നുണ്ട്, അവനിപ്പോൾ വന്നിട്ടുള്ളൂ, അവനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ, എന്നിട്ട് മതിയില്ലേ നിങ്ങൾക്ക് ഈ കഥകൾ കേൾക്കലൊക്കെ. അപ്പം റെയ്നോൾഡ് പറയുന്നുണ്ട്, നീയൊന്നും മിണ്ടാന്നേ, നിനക്ക് അതിനുള്ള മൈൻഡൊന്നുമില്ല, എനിക്ക് എൻ്റെ മകൻ്റെ സാഹസിക കഥകളൊക്കെ കേൾക്കണം. അപ്പം നമ്മുടെ ആർത്തർ നടന്ന കാര്യങ്ങളെല്ലാം ഇവരോടെല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഞെട്ടുന്നുണ്ട്. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, വാവ്, അത് നല്ലൊരു റെയ്ഡായിരുന്നു ആർത്തർ. അപ്പം ടാബിത പറയുന്നുണ്ട്, നീ ആ എൽഡർവുഡ് ഗാർഡിയനെ ശരിക്കും കൊന്നല്ലേ? ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും എൽഡർവുഡ് ഗാർഡിയൻ്റെ കഥകൾ പറഞ്ഞിട്ട് എന്നെ പേടിപ്പെടുത്തുമായിരുന്നു. അപ്പം നമ്മുടെ ആർത്തർ റെയ്നോൾഡിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, അച്ഛൻ്റെ മാനാക്കോറിൻ്റെ സ്റ്റേജ് ഇപ്പം എന്തായി? അപ്പം റെയ്നോൾഡ് പറയുന്നുണ്ട്, എടാ, നീ പോയതിന് ശേഷം ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ മാനാക്കോറിൻ്റെ സ്റ്റേജ് ഉയർന്നിട്ടില്ല. ഞാനിപ്പോഴും ഡാർക്ക് ഓറഞ്ചിലാണ്. എന്നാൽ പിന്നെ അച്ഛനിതെടുത്തോ, അച്ഛനിത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർത്തറിൻ്റെ കയ്യിലുള്ള ബീസ്റ്റ് കോറ് റെയ്നോൾഡിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ആ ബീസ്റ്റ് കോറിൻ്റെ കുറച്ച് പവർ ഞാൻ പരിക്ക് പറ്റിയ സമയത്ത് എന്നെ സുഖപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചു. പക്ഷേ അച്ഛൻ്റെ സ്റ്റേജ് വർദ്ധിപ്പിക്കാനുള്ള പവർ ആ ബീസ്റ്റ് കോറിലുണ്ട്. അപ്പം നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, വേണ്ട, എനിക്കിത് വേണ്ട, ഇത് നീ നിൻ്റെ ജീവൻ പണയം വെച്ച് നേടിയതാണ്, ഇതിനർഹപ്പെട്ടത് നീയാണ്, നീ എടുത്തോ. അപ്പം നമ്മുടെ ടാബിത്ത പറയുന്നുണ്ട്, ആലീസ്, നിൻ്റെ മകൻ വല്ലാത്തൊരു ഗിഫ്റ്റാണല്ലോ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഞാൻ പോയപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഗിഫ്റ്റിൻ്റെ മൂല്യം അതിൻ്റെ അടുത്ത് വരില്ല. അച്ഛാ, അച്ഛനത് എടുത്തോളൂ, എൻ്റെ ഒപ്പം എത്തണമെങ്കിൽ അച്ഛനത് ആവശ്യമാണ്. ഞാനിപ്പോൾ ലൈറ്റ് ഓറഞ്ച് ഘട്ടത്തിലെത്തി, അച്ഛനെ ഞാൻ മറികടന്നു. അപ്പം നമ്മുടെ വിൻസെൻ്റ് ഞെട്ടുന്നുണ്ട്, എന്താ നീ പറയുന്നത്, നീ ലൈറ്റ് ഓറഞ്ച് ഘട്ടത്തിലെത്തിയോ? അപ്പം നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, എന്നെൻ്റെ മോൻ കേട്ടോ, അടുത്ത ഫൈറ്റിൽ ഞാൻ നിന്നെ തോൽപ്പിക്കുമ്പോൾ നീ ഇവിടെ കിടന്ന് കരയരുത്. ആ, അങ്ങനെ വരട്ടെ, ഇതാണ് എൻ്റെ അച്ഛൻ, ഇപ്പം എൻ്റെ പഴയ അച്ഛനെ തിരിച്ചിട്ടി എന്ന് നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്. സോ അതിനുശേഷം എലീജ് കുടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആർത്തറേ, ഇത് വേണ്ട, ടെസി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ. സോ എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇതാ എലീജ നിനക്കിടാനുള്ള വസ്ത്രങ്ങൾ. അപ്പം എലീജ പറയുന്നുണ്ട്, എടാ, ഞാനൊന്നും ഇട്ടിട്ടില്ലടാ, നീ എന്തിനിപ്പം ഇങ്ങോട്ട് കടന്നു വന്നത്, ഒന്ന് വാതിലും മുട്ടായിരുന്നില്ലേ? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എടാ, നീ പേടിക്കണ്ട, ഈ നീരാവിയിൽ എനിക്കൊന്നും കാണാൻ കഴിയില്ല, ഞാൻ നിൻ്റെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് കിടക്കുന്നുണ്ട്. സോ ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യമാണ്, ഇപ്പം നമ്മുടെ ടെസിയ അവളുടെ ഗ്ലോബ് ഉപയോഗിച്ചുകൊണ്ട് ആർത്തറിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അവൾ ഈ സീൻ കണ്ടാൽ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും? സോ എന്നിട്ട് നമ്മുടെ ആർത്തർ സിൽവിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, 2 വർഷം പോയപ്പോൾ ഓക്കെ, ഈ 2 വർഷത്തിൽ എന്തൊക്കെ നടന്നു അല്ലേ സിൽവി? അപ്പം സിൽവി പറയുന്നുണ്ട്, അതെ, സിൽവി പപ്പയേക്കാൾ വലുതായി. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അത് ശരിയാണ് സിൽവി, നീ വലുതായി. അപ്പം നമ്മുടെ എലിജനേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പറയുന്നുണ്ട്, അടുത്തത് നിനക്ക് കുളിക്കാനുള്ള സമയമായി, നീ എന്താ നേരം വൈകിയത്? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എടാ, ഞാൻ അങ്കിൾ വിൻസെൻറ്റിനെ കാണാൻ പോയി, എനിക്ക് 2 സഹായങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, പിന്നെ നിന്നെ സ്കൂളിൽ ചേർക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ അങ്കിൾ വിൻസെൻറ്റിനോട് പറഞ്ഞു. അപ്പം നമ്മുടെ എലിജ പറയുന്നുണ്ട്, എടാ, എന്നിട്ട് അങ്കിൾ വിൻസെൻ്റ് എന്താ പറഞ്ഞത്? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എടാ, എനിക്ക് നിന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് നിന്നെ സ്കൂളിൽ ചേർക്കാൻ പറ്റുമെന്ന്. പക്ഷേ അങ്കിൾ വിൻസെൻ്റ് പറഞ്ഞത് നിന്നെ സ്കൂളിൽ ചേർക്കാൻ പറ്റുമെന്നാ. ഇപ്പം നീ ഹാപ്പി ആയില്ലേ? സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇവർ രണ്ടുപേരും കെടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എലീജ പറയുന്നുണ്ട്, എടാ, എനിക്ക് സ്കൂളിൽ പോകാൻ നല്ല താല്പര്യം തോന്നുന്നുണ്ട്, എന്തൊക്കെയായിരിക്കും നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുക? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എടാ, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ബോറായിരിക്കും, കാരണം ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, നമ്മൾക്കതിനുള്ള ശക്തിയൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. പിന്നെ പല കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ ഇവിടേക്ക് പഠിക്കാൻ വരും. സോ അവരുമായിട്ട് നമുക്ക് കമ്പയർ സ്റ്റഡി നടത്താം. നമുക്കറിയുന്ന കഴിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്കറിയുന്ന കഴിവുകൾ നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിതിനു മുമ്പ് സൈറസ് അക്കാദമിയിൽ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പം നമ്മുടെ എലി ചോദിക്കുന്നുണ്ട്, എടാ, ലൂക്കാസിൻ്റെ കാര്യം, നീ ലൂക്കാസിനെ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചത്? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ലൂക്കാസിന് എന്നെ അറിയില്ല, അതുകൊണ്ട് തന്നെ അവൻ്റെ മുഴുവൻ ഫാമിലിയെ നേരിടാനുള്ള ശക്തി ലഭിക്കുന്നത് വരെ ഞാൻ അവനെ ഒന്നും ചെയ്യില്ല. ആദ്യം പരിശീലനം, ഞാനിപ്പോൾ കൂടുതൽ പരിശീലനത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ശരി, ഉറങ്ങുന്നതിന് മുമ്പ് ഈ തലോണൊക്കെ എന്തിനാ നീ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്? അപ്പം നമ്മുടെ എലിജ പറയുന്നുണ്ട്, അല്ല, അത് പിന്നെ 2 ആൺകുട്ടികൾ ഒരുമിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമല്ലേ? എന്തു മോശം? എടാ, അപ്പം ഞാനൊരു പെണ്ണാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ല അല്ലേ? എടാ, മണ്ടത്തരം പറയുന്നോ എന്ന് പറഞ്ഞിട്ട് എലിജ അവൻ അടിക്കുന്നുണ്ട്. എന്നിട്ട് എലിജ പറയുന്നുണ്ട്, പെൺകുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ, എടാ,
സൈറസ് അക്കാദമിയിൽ എനിക്ക് പറ്റിയ പെൺകുട്ടികളെ കിട്ടുമോ? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ആ ആ ആ എടാ കൊച്ചു കള്ള, അപ്പം നിനക്ക് ഇമാതിരി ചിന്തകളൊക്കെ ഉണ്ടല്ലേ? ആടാ, നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. നല്ല കറുത്ത മുടിയും അതുപോലെ കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള സുന്ദരി പെൺകുട്ടി. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കറുത്ത മുടിയും അതുപോലെ കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള ഒരു സുന്ദരി കുട്ടി ഉണ്ടാക്കും. സോ അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, എടാ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, കുട്ടികൾ കണ്ണടയോടെ ജനിക്കുമെന്നാണോ? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും നിന്റെ രാജകുമാരനെ പോലുള്ള അഴക് കണ്ടിട്ട് കുറേ പെൺപിള്ളേർ നിന്റെ പിന്നാലെ വരും. അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, എന്താ നിനക്ക് അസൂയുണ്ടോ? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്തിന് എനിക്ക് അസൂയ? എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ എനിക്ക് ചെറിയ കുട്ടികളാണ്. ഇപ്പം നീ പോയി കിടക്കാൻ നോക്ക്, ഗുഡ് നൈറ്റ്. അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, ശരി ഗുഡ് നൈറ്റ്. അപ്പം നമ്മുടെ സിൽവിയും കിടന്നുറങ്ങുന്നുണ്ട്. സോ അങ്ങനെ രാവിലെ ആയിരിക്കുന്നു. അപ്പം നമ്മുടെ ആർത്തർ എണീക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിൻസെൻ്റ് ആർത്തറിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. ആ ആർത്തർ, നീ എണീറ്റല്ലേ? ഞാൻ നിന്നെ അന്വേഷിക്കുമായിരുന്നു. നീ ഇന്നലെ എന്നോടൊരു സഹായം ചോദിച്ചിരുന്നില്ലേ? അതായത് നിനക്കൊരു കണ്ടുപിടുത്തക്കാരനുമായിട്ട് സംസാരിക്കണമെന്ന്. അതെ, ഞാനിന്ന് രാവിലെ കുറേ അന്വേഷിച്ചു. അപ്പോൾ ഒരാളെ കിട്ടി. പേര് ഗിഡിയോൺ എന്നാണ്. അവൻ പ്രശസ്തനായ ഒരു ഗവേഷകനാണ്. മാത്രമല്ല സാപ്പിനിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ കണ്ടുപിടുത്തക്കാരനും അതുപോലെ കൃത്രിമക്കാരനുമാണ്. സോ അവൻ സൈറസ് സിറ്റിയിലെത്താൻ ഏകദേശം 3 ദിവസം എടുക്കും. അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞാൽ നമുക്കവനെ കാണാൻ പോകാൻ പറ്റും. പിന്നെ ഡൗൺ ടൗണിൽ ആളുകൾ നിറയുന്നതിന് മുമ്പ് നമുക്കവനെ കാണാൻ പോകണം. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതെ ശരി, പക്ഷേ ഡൗൺ ടൗണിൽ എന്താ നടക്കുന്നത്? അപ്പം നമ്മുടെ വിൻസെൻ്റ് പറയുന്നുണ്ട്, അത് ശരി, അപ്പം നീ ഈ കാര്യമൊന്നും അറിഞ്ഞില്ലേ? സാപ്പിനിലെ രാജകുടുംബവും അതുപോലെ എലനോറിലെ രാജകുടുംബവും അതുപോലെ ഡാർവിലെ രാജകുടുംബവും 3 രാജകുടുംബവും കൂടിയിട്ട് എറ്റിസ്റ്റിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. സോ ആ പ്രഖ്യാപനം ലൈവായിട്ട് ഡൗൺ ടൗണിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. സോ അത് കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ അവിടെ ഒത്തുകൂടും. അതുകൊണ്ട് തന്നെ ആ തിരക്കിന് മുമ്പ് തന്നെ നമുക്ക് അയാളെ കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഓ ശരി, എനിക്ക് മനസ്സിലായി. ഈ മീറ്റിംഗ് സജ്ജമാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അങ്കിൾ വിൻസെൻ്റ്. അപ്പോൾ വിൻസെൻ്റ് ചോദിക്കുന്നുണ്ട്, നിനക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും അറിയാനുണ്ടോ? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതെ, എനിക്ക് അയാളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. സോ എന്നിട്ട് അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മുൻ ജീവിതത്തിൽ നിന്നുള്ള അറിവുകൾ എനിക്ക് ഉപയോഗിക്കാനുള്ള സമയമായി. സോ അപ്പോൾ അവിടേക്ക് റെയ്നോൾഡ് വരുന്നുണ്ട്. ആർത്തർ, വിൻസെൻ്റ് ഗുഡ് മോർണിംഗ്. വിൻസെൻ്റ്, നിനക്കെന്തൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഓ അത് ശരിയാണ്, ഞാനത് മറന്നു. ഞാൻ മീറ്റിങ്ങിന് പോട്ടെ. ശരി ആർത്തർ, ഞാൻ നിന്നെ വിളിക്കാം, നീ അപ്പോൾ വന്നാൽ മതി. അപ്പോൾ ആർത്തർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, അച്ഛാ, അച്ഛൻ്റെ പരിശീലനമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ നമ്മുടെ റെയ്നോൾഡ് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ഒഫീഷ്യലായിട്ട് സോളിഡ് ഓറഞ്ച് ഘട്ടത്തിലേക്ക് എത്തി. സോ ഇപ്പം നമ്മുടെ റെയ്നോൾഡ് ആ ബീസ്റ്റ് കോർ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ശക്തി ഡാർക്ക് ഓറഞ്ചിൽ നിന്ന് സോളിഡ് ഓറഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നു. സോ അപ്പോൾ റെയ്നോൾഡ് പറയുന്നുണ്ട്, ആർത്തർ, ഞാൻ ഈ ബീസ്റ്റ് കോറിൻ്റെ മുഴുവൻ ശക്തിയും എൻ്റെ ദേഹത്തേക്ക് ആഗിരണം ചെയ്തിട്ടും എനിക്ക് ഈ ബീസ്റ്റ് കോർ പൊട്ടിച്ച് കളയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ബീസ്റ്റ് കോർ ആർത്തറിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആർത്തർ, ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി വരാം. ശരി, ഞാനിപ്പോൾ കുടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഷേ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു ബീസ്റ്റ് കോറിൻ്റെ പവേഴ്സ് എല്ലാം ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ആ ബീസ്റ്റ് കോറ് തന്നെ പൊട്ടിപ്പോകേണ്ടതാണ്. പക്ഷേ ഈ ബീസ്റ്റ് കോർ എന്താ പൊട്ടാത്തത് എന്ന് പറഞ്ഞിട്ട് അവൻ ആ ബീസ്റ്റ് കോർ കൈ പിടിച്ചുകൊണ്ട് കണ്ണടയ്ക്കുന്നുണ്ട്. അപ്പം അവൻ എൽഡർവുഡ് ഗാർഡിയനെ കാണുന്നുണ്ട്. സോ എന്നിട്ട് അവൻ ഞെട്ടിയിട്ട് പറയുന്നുണ്ട്, ഈ ബീസ്റ്റ് കോറിൻ്റെ ഉള്ളിൽ ഒരു ബീസ്റ്റ് വില്ലുണ്ട്. സോ ഇവിടെ വെച്ചുകൊണ്ട് ഇതിൻ്റെ 76ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ നമ്മുടെ ജാസ്മിനെ കാണിക്കുന്നുണ്ട്. സോ ജാസ്മിൻ ഇങ്ങനെ മൂഡ് ഔട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദം ചോദിക്കുന്നുണ്ട്, എന്താ ജാസ്മിൻ, നിനക്കെന്താ പറ്റി? നീ ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ ഹെലൻ പറയുന്നുണ്ട്, അവൾക്ക് ആർത്തറിനെ കാണാത്തതിനുള്ള വിഷമാണ്. ആർത്തറിനൊപ്പം നിന്നിട്ട് അവൾക്കിപ്പോൾ ആർത്തറില്ലാതെ പറ്റില്ല. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 76ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം.